SIR നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുക പുതിയ വോട്ടർമാരാണ്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവർ നിരവധി രേഖകൾ സമർപ്പിക്കേണ്ടി വരും. മാതാപിതാക്കളുടെ ജനനസ്ഥലം തെളിയിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. പൗരത്വം തെളിയിക്കുന്ന ഡിക്ലറേഷനിൽ എല്ലാവരും ഒപ്പിട്ട് നൽകുകയും വേണം. പൗരത്വ നിയമമാണ് SIRന്റെ മാനദണ്ഡം. അതിനാൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട തീയതികൾ കേന്ദ്രീകരിച്ചാണ് എല്ലാം നടപ്പിലാക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളുള്ള അനുബന്ധം C പൂരിപ്പിച്ച് നൽകണം. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 2004 ഡിസംബർ 2 മുൻപ് ജനിച്ചവർക്ക് ഡിക്ലറേഷൻ ഫോമിനൊപ്പം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. 2004 ശേഷം ജനിച്ച് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോകുന്നവർ അവർ ജനിച്ച സ്ഥലവും തീയതിയും മാതാപിതാക്കൾ ജനിച്ച സ്ഥലവും തീയതിയും ഉൾപ്പെടെയുള്ളവ ഹാജരാക്കണം. ഇത് നിരവധി പേരെ ബാധിക്കും. 45 വയസ്സിന് മുകളിലുള്ള പലർക്കും ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. പലരുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജനിച്ച സ്ഥലം രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരം ആളുകളുടെ മക്കൾ എന്ത് ചെയ്യും? ഏത് പ്രായക്കാരാണെങ്കിലും പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സ്വന്തം രേഖയും മാതാപിതാക്കളുടെ രേഖകളും സമർപ്പിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും താമസം മാറി വരുന്നവർക്കും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അപേക്ഷകന്റെയും മാതാപിതാക്കളുടെയും ജന്മസ്ഥലം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. ജനന സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നില്ലെന്നും 12-ൽ ഒരു രേഖ സമർപ്പിച്ചാൽ മതിയെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ആധാർ കാർഡും ജാതി സർട്ടിഫിക്കറ്റും അടക്കം 12 രേഖകളിൽ ജനന സർട്ടിഫിക്കറ്റും ചിലരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും മാത്രമാണ് ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. മാതാപിതാക്കൾ എവിടെയാണ് ജനിച്ചത് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാകാത്തവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ? സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ SIRനോട് പുതുതലമുറ സഹകരിക്കാതെ വരുമോ? ഇങ്ങനെ വന്നാൽ പിന്നീട് ഇവരുടെ പൗരത്വത്തെ ബാധിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടാനുള്ളത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.